ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ലീഡ്സ് അക്കാദമി ട്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയ ആ ഭാഗം, അതായത് ഈ ചോദ്യം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ആ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത? അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ആ ഒരു സമാന്തര ശ്രേണി തരും. തന്നതിന് ശേഷം ഒരു ടേമും കൂടി തരും. ആ ടേം ആ സീക്വൻസിൽ ആണോ, ആ സീക്വൻസ് ഇങ്ങനെ എഴുതി പോകുമ്പോൾ ആ സീക്വൻസിനകത്ത് ആ നമ്പർ വരുമോ? ചെറിയ നമ്പറൊന്നുമല്ല തരിക, വലിയ നമ്പർ ആയിരിക്കും തരിക. ചെറിയ നമ്പറൊക്കെയാണ് നമുക്ക് എഴുതി നോക്കിയാൽ കണ്ടുപിടിക്കാം. അപ്പോൾ വലിയ നമ്പറുകളായിരിക്കും തരിക. വലിയ നമ്പർ തന്നിട്ട് അത് ഈ സീക്വൻസിൽ ഒരു ടേം ആണോ, പദമാണോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. നോക്കിക്കേ, 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? ആണോ എന്നറിയാൻ എഴുതി നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എഴുതാനൊക്കെ പറ്റും, പക്ഷെ നല്ല സമയം എടുക്കും. നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്ന 1001 അതിനകത്തൊരു ടേം ആണോ എന്നാണ്. 1001 ടേം ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക എന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നുമല്ല. അപ്പം നമുക്കിതിന് ഒരു എളുപ്പ വഴി അറിയണം. ഇതിന് 2-3 ടൈപ്പ് മെത്തേഡുകളുണ്ട്. ഞാൻ 2 ടൈപ്പ് മെത്തേഡുകൾ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് നിങ്ങൾ ഫോളോ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇത് ഒരു ഇക്വേഷൻ ഒന്നുമല്ല, എന്നാലും ആ ഇക്വേഷൻ പോലെ മനസ്സിൽ ഈ സാധനം എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ നോക്ക്, അതായത് ഇവിടെ നോക്കിയേ, 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ എഴുതി നോക്കാം. അതായത് ചോദിച്ച സംഖ്യ ആണോ എന്ന് ചോദിച്ച സംഖ്യയില്ലേ, മൈനസ് ഫസ്റ്റ് ടൈം ആദ്യ പദം അതിൽ നിന്ന് കുറച്ച് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യ പദവും പൊതുവ്യത്യാസം നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് നമ്മൾ ആദ്യം എഴുതണം. എന്നിട്ട് ചോദിച്ച സംഖ്യയിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കണം. ഫസ്റ്റ് ടൈം കുറച്ചിട്ട് ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് നോക്കണം. അങ്ങനെ ഹരിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. അതിനകത്ത് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുമല്ലോ. നമ്പറുകളായിരിക്കാം, ചിലപ്പോൾ 0 ആയിരിക്കാം. അങ്ങനെ റിമൈൻഡർ 0 കിട്ടിയാൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, യെസ്, അതെ, ആ നമ്പർ എന്താണ്, ആ സംഖ്യ ആ സീക്വൻസിലെ ആ ശ്രേണിയിലെ ഒരു പദമാണ്. ഇനി റിമൈൻഡർ 0യ്ക്ക് പകരം ഏതെങ്കിലും നമ്പറാണ് കിട്ടിയെങ്കിലോ ധൈര്യമായിട്ട് പറയാം അതിനകത്തുള്ള ഒരു ടേം അല്ല. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്നറിയോ? അരിത്തമെറ്റിക് സീക്വൻസിലെ 2 ടേമുകൾ തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴും കോമൺ ഡിഫറൻസിൻ്റെ പൊതുവ്യത്യാസത്തിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും, ഗുണിതമായിരിക്കും കിട്ടുക. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസിൽ 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ കൂട്ടി ഫസ്റ്റ് ടേമിന് ശേഷം എപ്പോഴും നമ്മൾ കൂട്ടി പോകുന്നത് കോമൺ ഡിഫറൻസുകളാണ് അല്ലേ. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ സെക്കൻഡ് ടേം കിട്ടുന്നു, 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ തേർഡ് ടേം കിട്ടുന്നു, 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ 4ാമത്തെ പദം കിട്ടുന്നു. അല്ല, എപ്പോഴും കോമൺ ഡിഫറൻസ് ആണ് കൂട്ടുന്നത്. അപ്പോൾ 2 നമ്പറുകൾ കുറച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയേ വരുള്ളൂ, 0 വരുള്ളൂ. കാരണം 2 നമ്പർ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിളാണ്. ആ മൾട്ടിപ്പിളിനെ എന്തായാലും ആ നമ്പർ ഉപയോഗിച്ച് ഹരിച്ച് കഴിയുമ്പോൾ റിമൈൻഡർ 0 അല്ലേ വരുള്ളൂ. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ കാട് കയറി പോകുന്നും വേണ്ട, ഇത്രയും പഠിച്ചാൽ മതി. ചോദിച്ച സംഖ്യ, ഓക്കെ, ഗീവൺ നമ്പർ മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. റിമൈൻഡർ 0 ആണ്, യെസ്, അല്ലെങ്കിൽ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം 101 ഇതിനകത്തൊരു പദമാണോ, 101 ഒരു പദമാണോ, ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാം, ഫസ്റ്റ് ടേമിനെയും കോമൺ ഡിഫറൻസിനെയും ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. ഓക്കെ, കാരണം നമുക്കിനി കണക്ക് ചെയ്യണമെങ്കിൽ ആരൊക്കെ വേണം, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും വേണം. ഫസ്റ്റ് ടൈം എത്രയാണ് നോക്കിയാൽ അറിയാം, എത്രയാണ്, 13 ആണ്, നോ ഡൗട്ട്. ദെൻ കോമൺ ഡിഫറൻസ് എങ്ങനെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ മറന്നുപോയോ? തൊട്ട് മുന്നത്തെ ടൈമിൽ എന്ത് ചെയ്യണം, പുറകിലെ ടൈം കുറച്ച് നോക്കണം. തൊട്ട് മുന്നത്തെ ടൈം ഏതാ, 24 മൈനസ് 13. 24ൽ നിന്ന് 13 കുറച്ച് നോക്കിയാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. 4ൽ നിന്ന് 3 കുറച്ചാൽ 1, 2ൽ നിന്ന് 1 കുറച്ചാൽ 1, നമുക്ക് എത്ര കിട്ടി, 11 കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്, 11. പൊതുവ്യത്യാസം എത്രയാണ്, 11. ഇനി നമുക്ക് ഈ ഇക്വേഷൻ അങ്ങ് ഉപയോഗിക്കാം. അപ്പോൾ 101 ഒരു ടേം ആണോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ 101 ചോദിച്ച സംഖ്യ മൈനസ്, ഇനി എന്ത് ചെയ്യണം, ഫസ്റ്റ് ടൈം എത്രയാ, 13 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 11.
101 നിന്ന് 13 ഒന്ന് കുറച്ച് നോക്കാം. 101 കുറയ്ക്കണം 13, ഇവിടെ എഴുതാം കേട്ടോ. 101 കുറയ്ക്കണം 13 എത്രയാ? 1 നിന്ന് നമുക്ക് 3 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കടം എടുക്കണ പരിപാടി അല്ലേ. ഇവിടെ നിന്ന് ഒരാളെ എടുത്തു, ഇവിടെ 0 ആയി, ഇവിടെ 10 ആയി, 1 കൊടുത്തു, ഇവിടെ 9 ആയി, ഇവിടെ നമുക്ക് അപ്പോൾ എത്ര വന്നു? 11 ആയി. 11 നിന്ന് 3 കുറച്ച് എത്ര നമുക്ക് കിട്ടും? 8 എന്ന് കിട്ടും അല്ലേ. 8 3 11, 9 1 കുറച്ചാൽ എത്ര കിട്ടും? 8. സോ നമുക്ക് എന്ത് കിട്ടി? 88 ഹരിക്കണം 11. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. 88 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്, നമുക്കറിയാം അല്ലേ. 11ന്റെ ഗുണിതം വളരെ എളുപ്പമാണ്. കാരണം ഏതാണ്? 11, 22, 33, 44 എന്ന് തുടങ്ങുന്ന സാധനമായതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഹരിച്ച് നോക്കാട്ടോ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? 88നെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ 11 കൊണ്ട് ഹരിക്കും. അപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം കിട്ടി? 8 പ്രാവശ്യം. 8 18 സോറി 11 8 88 0. കണ്ടോ? റിമൈൻഡർ എന്ത് വന്നു? 0 വന്നു. അങ്ങനെ ശിഷ്ടം എന്ത് ചെയ്യണം? 0 വരണം. 0 വന്നു കഴിഞ്ഞാൽ അതിലെ ഒരു ടേം ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ എന്ത് പറയാം? യെസ് അല്ലേ. 101 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. 101 ഈ സീക്വൻസിലെ ഈ ശ്രേണിയിലെ ഒരു പദമാണ്. എഴുതി വെക്കണം കേട്ടോ. യെസ്, ഞാനതും കൂടെ എഴുതിയിട്ട് ഇതിനകത്ത് സ്ഥലം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. കുറച്ച് കാര്യം കൂടി നമുക്ക് അവിടെ എഴുതാനുണ്ട്. ഓക്കെ, അപ്പോൾ 101 അതിനകത്ത് ഒരു പദം ആണ്. ഇനി എത്രാമത്തെ പദമാണെന്ന് ചോദിച്ചാലോ? പൊസിഷൻ ഓഫ് ദി ആണെങ്കിൽ 101 ഒരു പദമാണെങ്കിൽ എത്രാമത്തെ എന്നൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന് വളരെ എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരവില്ലേ, അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 1 കൂട്ടിയാൽ മതി. എപ്പോഴും അതിൻ്റെ പൊസിഷൻ എത്രാമത്തെ ആണ് എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ കിട്ടിയ ഉത്തരത്തിൻ്റെ ഹരിച്ചാൽ കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 1 കൂട്ടിയാൽ മതി. 8ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്ക് 9 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ഈ 101 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമായിരിക്കും? 9ാമത്തെ പദമായിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ അങ്ങനെ ഒരു ലാഭമുണ്ട്. നമുക്ക് പെട്ടെന്ന് എത്രാമത്തെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് തന്നെ ഉപയോഗിച്ച് നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താലോ? ഇതിനൊരു ബാക്കിയും കൂടിയുണ്ട്. ഏതാ? 1001 ആയാലോ? 1001 ഇതിനകത്തുള്ളൊരു ടേം ആണോ എന്നറിയണം. ഓക്കെ, ഹോംവർക്കാണ്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സെയിം സ്റ്റെപ്പ് അതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. റിമൈൻഡർ ഏതെങ്കിലും നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നോ, ഇനി റിമൈൻഡർ 0 ആണെങ്കിൽ അതിലെ പദമാണ് യെസ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും എഴുതാൻ പറ്റും. അപ്പോൾ ഓക്കെ അല്ലേ? ചെയ്യൂലേ? ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് മാത്സിന് നമുക്ക് നല്ല മാർക്ക് മേടിക്കണ്ടേ? അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും? ഈ സാധനം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തന്നിരിക്കും ഉറപ്പായിട്ടും.